+2 ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും PSC ഹോൾ ടിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ കേരള ഹിസ്റ്ററിയിലെ ടോപ്പിക് വൈസ് ക്ലാസ് തുടങ്ങിയാണ്. വേൾഡ് ഹിസ്റ്ററിയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ടോപ്പിക് വൈസ് ക്ലാസ് കംപ്ലീറ്റഡ് ആണ്. വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ വരവ്, അറൈവൽ ഓഫ് യൂറോപ്യൻസ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ച സംഭവം യൂറോപ്യന്മാരുടെ വരവാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ. സമുദ്രമാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ. സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികൾ. അറബികളാണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ. ഇത് മാറിപ്പോകരുത്. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ എന്ന് ചോദിക്കുമ്പോൾ പോർച്ചുഗീസുകാരും, ആദ്യ വിദേശികൾ എന്ന് ചോദിച്ചാൽ അറബികളുമാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ആധിപത്യം ഉണ്ടായിരുന്നത് 463 വർഷം. 463 വർഷമാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത്. 1498 മുതൽ 1961 വരെയായിരുന്നു ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്ന്. 1497 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് എന്ന് 1498 മെയ് 20. പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ പോർച്ചുഗലിൽ നിന്നും യാത്ര പുറപ്പെട്ട് പ്രതീക്ഷാ മുനമ്പ് ചുറ്റി 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങിയത്. കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലാണ് കാപ്പാട് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ I. മാനുവൽ I രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. വാസ്കോ ഡ ഗാമ വന്ന കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ. സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോ ഡ ഗാമ വന്നത്. വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റ് കപ്പലുകളാണ് സെൻറ്റ് റാഫേൽ, ബെറിയോ. സെൻറ്റ് റാഫേൽ, ബെറിയോ എന്നിങ്ങനെ മറ്റ് 2 കപ്പൽ വ്യൂഹങ്ങളും കൂടി വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്ക് മുമ്പ് കേരളവുമായി വ്യാപാരം നടത്തിയിരുന്ന വിദേശികൾ അറബികൾ, ചൈനക്കാർ. അറബികളും ചൈനക്കാരുമായിരുന്നു പോർച്ചുഗീസുകാർക്ക് മുമ്പ് കേരളവുമായി വ്യാപാരം നടത്തിയിരുന്ന വിദേശികൾ. വാസ്കോ ഡ ഗാമ രണ്ടാമത് ഇന്ത്യയിൽ എത്തിയ വർഷം 1502. 1502 വാസ്കോ ഡ ഗാമ രണ്ടാമത് ഇന്ത്യയിൽ എത്തിയത്. വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് 1498. 1499 വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയി. രണ്ടാമത് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയ വർഷമാണ് 1502. വാസ്കോ ഡ ഗാമ മൂന്നാമതായും അവസാനവുമായി ഇന്ത്യയിൽ വന്ന വർഷം 1524. 1524 വാസ്കോ ഡ ഗാമ മൂന്നാമതായും അവസാനവുമായി ഇന്ത്യയിൽ വന്ന വർഷം. 1524 ഡിസംബർ 23 വാസ്കോ ഡ ഗാമ അന്തരിച്ച വർഷം. വാസ്കോ ഡ ഗാമ 3 തവണയാണ് ഇന്ത്യയിൽ വന്നത്. വർഷം നിങ്ങൾ ഓർത്തിരിക്കണം. ആദ്യം വന്നത് 1498, രണ്ടാമത് 1502, മൂന്നാമതും അവസാനവുമായി വന്നത് 1524. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം 1539 കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് കബ്രാൾ.
പെഡ്രോ അൽവാരസ് കബ്രാൾ ആണ് വാസ്കോഡഗാമയുടെ പിൻഗാമിയായി 1500-ൽ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽവാരസ് കബ്രാൾ. അൽവാരസ് കബ്രാൾ ആണ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യൻ കടലുകളുടെ അഡ്മിറൽ എന്ന് വിളിക്കപ്പെടുന്നത് ആര്? വാസ്കോഡഗാമ. വാസ്കോഡഗാമയാണ് ഇന്ത്യൻ കടലുകളുടെ അഡ്മിറൽ എന്ന് വിളിക്കപ്പെടുന്നത്. പോർച്ചുഗലിലെ മാനുവൽ രാജാവ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ അഡ്മിറൽ ഓഫ് ദ സീ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി നൽകി ഗാമയെ ആദരിച്ചു. ഗാമയുടെ പേരിന് മുമ്പിൽ ഡോം എന്ന പദവി ഉപയോഗിക്കാനും മാനുവൽ രാജാവ് അനുവദിച്ചു. മാനുവൽ രാജാവ് ഗാമയെ ആദരിച്ചതാണ് അഡ്മിറൽ ഓഫ് ദി സീ ഓഫ് ഇന്ത്യ. മഹാസമുദ്രത്തിലെ കപ്പിത്താൻ എന്നും ഗാമയുടെ പേരിന് മുമ്പിൽ ഡോം എന്ന പദവി ഉപയോഗിക്കാനും മാനുവൽ രാജാവ് അനുവദിച്ചു. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. 1505-ലാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായി ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിക്കപ്പെട്ടത്. ബ്ലൂ വാട്ടർ പോളിസി നയം ആരുടേതാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ നയമാണ് ബ്ലൂ വാട്ടർ പോളിസി നയം. 1505-ൽ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1509-ൽ അൽമേഡ ഇന്ത്യ വിട്ടു. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യ ഭരിച്ച പോർച്ചുഗീസുകാരിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു അൽബുക്കർക്ക്. മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി. അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതും അൽബുക്കർക്കാണ്. മിക്സ്ഡ് കോളനി സിസ്റ്റത്തിൻ്റെ ഉപജ്ഞാതാവ് അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് മിക്സഡ് കോളനി സിസ്റ്റത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചത് അൽബുക്കർക്കാണ്. ഇതുവഴി മിശ്രവിവാഹ സമ്പ്രദായം നടപ്പിലാക്കാൻ അൽബുക്കർക്ക് സാധിച്ചു. പോർച്ചുഗീസ് സൈന്യത്തിൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയതും ഗോവയിൽ സതി നിർത്തലാക്കിയതും അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം 1510. 1510-ലാണ് പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വിദേശ ആധിപത്യത്തിലായിരുന്ന പ്രദേശമാണ് ഗോവ. ഗോവ, ദാമൻ ദ്യൂ എന്നിവ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. ഗോവയെ മോചിപ്പിച്ച വർഷമാണ് 1961. ഗോവയെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന മറ്റു കപ്പലുകൾക്കുമേൽ പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയിരുന്ന ചുങ്കം കാർട്ടസ് വ്യവസ്ഥ. കാർട്ടസ് വ്യവസ്ഥ എന്ന പേരിലാണ് ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന മറ്റ് കപ്പലുകൾക്കുമേൽ പോർച്ചുഗീസുകാർ ചുമത്തിയിരുന്ന ചുങ്കം അറിയപ്പെട്ടിരുന്നത്. കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ പിയറി ഡി കുവിൽഹോ. പിയറി ഡി കുവിൽഹോയാണ് കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ വ്യക്തിയാണ് ബർത്തലോമിയോ ഡയസ് എന്ന പോർച്ചുഗീസ് പര്യവേക്ഷകൻ. 1487-ലാണ് ബർത്തലോമിയോ ഡയസ് എന്ന പോർച്ചുഗീസ് പര്യവേക്ഷകൻ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ചത്. പോർച്ചുഗീസുകാരും സാമൂതിരിയും
തമ്മിലുള്ള സന്ധി. കണ്ണൂർ സന്ധി. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള കണ്ണൂർ സന്ധി 1513 വാസ്കോഡഗാമ കോഴിക്കോട് കാലുകുത്തിയപ്പോൾ സാമൂതിരിയായിരുന്നു അവിടുത്തെ ഭരണം നടത്തിയിരുന്നത്. പോർച്ചുഗീസുകാരും കോഴിക്കോടുമായുള്ള സന്ധിയാണ് പൊന്നാനി സന്ധി. പൊന്നാനി സന്ധി 1540 മാറിപ്പോകരുത്. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള സന്ധി കണ്ണൂർ സന്ധി 1513. പോർച്ചുഗീസുകാരും കോഴിക്കോടുമായുള്ള സന്ധി പൊന്നാനി സന്ധി 1540. ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599. 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത്. ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ഡി മെനസിസിൻ്റെ അധ്യക്ഷതയിൽ 1599 ഉദയംപേരൂർ മർത്തമറിയം പള്ളിയിൽ വെച്ച് നടന്ന ചരിത്രപ്രസിദ്ധമായ സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. ഈ സമ്മേളനത്തോടെ കേരളത്തിലെ ക്രൈസ്തവ സഭ, അതായത് സുറിയാനി സഭ, ബാബിലോണിയൻ പാത്രിയാർക്കീസിൻ്റെ ആധിപത്യത്തിൽ നിന്നും റോമിലെ പോപ്പിൻ്റെ ആധിപത്യത്തിലായി. കൂനൻകുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653. 1653 കൂനൻകുരിശ് പ്രതിജ്ഞ നടന്നത്. ബാബിലോണിയിൽ നിന്നും വന്ന സുറിയാനി ബിഷപ്പായ അഹുല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചതിൽ ക്ഷുഭിതരായ സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരി പള്ളിയിൽ ഒത്തുകൂടി അവിടുത്തെ പഴയ കുരിശിൽ പിടിച്ച് പോർച്ചുഗീസുകാരെയും ലത്തീൻ ബിഷപ്പുമാരെയും ഇനിമേലിൽ അനുസരിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. ഇതാണ് കൂനൻകുരിശ് സത്യം. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. AD 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത്. 1602 ഹോളണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ലന്തക്കാർ എന്നറിയപ്പെടുന്നത്. ഡച്ചുകാർ. ഡച്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത്. ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. 1658 ഡച്ച് അഡ്മിറലായിരുന്ന വാൻഗോയൂൻസ് പോർച്ചുഗീസുകാരിൽ നിന്നുമാണ് കൊല്ലം പിടിച്ചെടുത്തത്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത്. മാറിപ്പോകരുത്. പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റന്റ് വിഭാഗം. പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ് ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യയാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച ഡച്ച് കപ്പിത്താൻ ഡിലനോയ്. ഡിലനോയാണ് മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച ഡച്ച് കപ്പിത്താൻ. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപനും ഡിലനോയാണ്. വലിയ കപ്പിത്താൻ എന്നാണ് ഡിലനോയ് അറിയപ്പെടുന്നത്. ബെൽജിയമാണ് ഡിലനോയുടെ ജന്മദേശം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. 1753 ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. 1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപേ ഇന്ത്യയിലെത്തിയ ഇംഗ്ലണ്ടിൽ നിന്നുള്ള വ്യാപാരിയാണ് റാൽഫ് ഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നതും റാൽഫ് ഫിച്ചാണ്. ബ്രിട്ടീഷ് പര്യവേക്ഷകനും വ്യാപാരിയുമായിരുന്ന മാസ്റ്റർ റാൽഫ് ഫിച്ചിൻ്റെ നേതൃത്വത്തിൽ ആദ്യ ഇംഗ്ലീഷ് സംഘം ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് ഒന്നിൻ്റെ അനുവാദത്തോടെ കച്ചവടത്തിനായി 1583 ഗോവയിൽ എത്തിച്ചേർന്നു. അക്ബർ ആയിരുന്നു അന്ന് ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തി.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത്? 1600 ഡിസംബർ 31. 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത്. ജോൺ കമ്പനി എന്ന പേരിൽ ഒരു കൂട്ടം വ്യാപാരികൾ 1599 ലണ്ടനിൽ ഒരു കമ്പനി സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ 1600 ഡിസംബർ 31 നിലവിൽ വന്നത്. ഇംഗ്ലീഷ് അംബാസഡർമാരായ സർ വില്യം ഹോക്കിൻസ് 1608 തോമസ് റോ 1615 ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ രാജാവിൻ്റെ പ്രതിനിധിയായി ഇന്ത്യയിൽ എത്തിയപ്പോൾ ഭരണാധികാരി ആരായിരുന്നു? ജഹാംഗീർ. സർ വില്യം ഹോക്കിൻസും തോമസ് റോയും ഇന്ത്യയിൽ എത്തിയപ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരി ജഹാംഗീർ ആയിരുന്നു. ഇന്ത്യയിലും കേരളത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 നടന്ന ആറ്റിങ്ങൽ കലാപമാണ് ഇന്ത്യയിലും കേരളത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു സംഘടിത കലാപം. പ്ലാസി യുദ്ധം നടന്ന വർഷം? 1757. 1757 പ്ലാസി യുദ്ധം നടന്നത്. 1757 പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബംഗാൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി. പ്ലാസി യുദ്ധാനന്തരം റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ. ബംഗാളിൽ ആധിപത്യം നേടാനും ക്രമേണ ഇന്ത്യ മുഴുവൻ കീഴടക്കാനും ബ്രിട്ടീഷുകാർക്ക് വഴിയൊരുക്കിയത് പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി? ഫ്രഞ്ചുകാർ. ഫ്രഞ്ചുകാരാണ് ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി. ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്നും അവസാനം പോയ യൂറോപ്യൻ ശക്തി. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. ഇത് മാറിപ്പോകരുത്, ശരിക്കും ശ്രദ്ധിച്ചു പഠിക്കണം. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ, അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ, അവസാനം പോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത്? ഫ്രഞ്ചുകാർ. ഫ്രഞ്ചുകാരാണ് പരന്ത്രീസുകാർ എന്ന് അറിയപ്പെടുന്നത്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. മറക്കരുത്, പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം? 1664. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോൾ ലൂയി 14 ഫ്രാൻസിലെ ചക്രവർത്തി. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 15 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ 1746 മുതൽ 1763 വരെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. പ്രധാനമായും 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. 1746 ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ച് ഗവർണറായിരുന്ന ഡൂപ്ലെ മദ്രാസ് പിടിച്ചെടുത്തെങ്കിലും 1748 എക്സ്ലാ ഷാപ്പേൽ ഉടമ്പടി പ്രകാരം മദ്രാസ് ഇംഗ്ലീഷുകാർക്ക് തിരികെ ലഭിച്ചു. 1749 രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് 1754 പോണ്ടിച്ചേരി ഉടമ്പടി പ്രകാരമാണ്. 1756 മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് 1763 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. ഈ ഉടമ്പടി പ്രകാരം പോണ്ടിച്ചേരി, മാഹി തുടങ്ങിയ പ്രദേശങ്ങൾ ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ചു. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം? 1760. 1760 ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ വാണ്ടിവാഷ് യുദ്ധം നടന്നത്. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈന്യാധിപൻ
കൗണ്ട് ഡി ലാലി. കൗണ്ട് ഡി ലാലിയാണ് വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈന്യാധിപൻ. വാണ്ടിവാഷ് യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധിയാണ് 1763 പാരീസ് ഉടമ്പടി. ഇന്ന് പഠിച്ചത് നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ച സംഭവം യൂറോപ്യന്മാരുടെ വരവാണ്. സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോർച്ചുഗീസ് ആധിപത്യം ഉണ്ടായിരുന്നത് 463 വർഷമാണ്. വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ്. വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ I രാജാവ്. വാസ്കോഡഗാമ വന്ന കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. പോർച്ചുഗീസുകാർക്ക് മുമ്പ് കേരളവുമായി വ്യാപാരം നടത്തിയിരുന്ന വിദേശികളായിരുന്നു അറബികളും ചൈനക്കാരും. വാസ്കോഡഗാമ രണ്ടാമത് വന്ന വർഷം 1502. വാസ്കോഡഗാമ മൂന്നാമതായും അവസാനവുമായും ഇന്ത്യയിൽ വന്ന വർഷം 1524. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. ഇന്ത്യൻ കപ്പലുകളുടെ അഡ്മിറൽ എന്ന് വിളിക്കപ്പെടുന്നത് വാസ്കോഡഗാമയെയാണ് ഇന്ത്യൻ കപ്പലുകളുടെ അഡ്മിറൽ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ബ്ലൂ വാട്ടർ പോളിസി നയം ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടേതാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. മാനുവൽ കോട്ട പണിയഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയും അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. മിക്സഡ് കോളനി സിസ്റ്റത്തിൻ്റെ ഉപജ്ഞാതാവും അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷമാണ് 1510. ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന മറ്റ് കപ്പലുകൾക്ക് മേൽ പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയിരുന്ന ഒരു ചുങ്കമാണ് കാർട്ടസ് വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് പിയറി ഡി കോവിൽഹോ. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള സന്ധിയാണ് 1513 കണ്ണൂർ സന്ധി. ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599. കൂനംകുരിശ് സത്യപ്രതിജ്ഞ നടന്ന വർഷമാണ് 1653. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്ത വർഷമാണ് 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷമാണ് 1663. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്നാണ് അവരറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച ഡച്ച് കപ്പിത്താനാണ് ഡിലനോയ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടിയാണ് 1753 മാവേലിക്കര ഉടമ്പടി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപേ ഇന്ത്യയിലെത്തിയ ഇംഗ്ലണ്ടിൽ നിന്നുള്ള വ്യാപാരിയാണ് റാൽഫ് ഫിച്ച്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്ന വർഷം 1600 ഡിസംബർ 31. ഇംഗ്ലീഷ് അംബാസിഡർമാരായ സർ വില്യം ഹോക്കിൻസ് 1608 തോമസ് റോയ് 1615 ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ രാജാവിനെ പ്രതിനിധിയായി ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ജഹാംഗീർ. ഇന്ത്യയിലും കേരളത്തിലും ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന ഒരു സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. മാർപ്പോവർദ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. പരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664.
ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷമാണ് 1760. വാണ്ടിവാഷ് യുദ്ധത്തോടുകൂടിയാണ് ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യം അവസാനിച്ചത്. വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈന്യാധിപനാണ് കൗണ്ട് ഡി ലാലി. താങ്ക് യു.